ഓം നമോ ഭഗവതേ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 മെയ് മാസ ഫലം. അത് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3-4 പാദങ്ങളും തിരുവാതിരയും പുണറത്തിൻ്റെ ആദ്യത്തെ 1-2-3 പാദങ്ങളും അടങ്ങുന്നതാണ് മിഥുനം രാശി. ഈ നക്ഷത്രക്കാരുടെ ഫലങ്ങൾ പറയുമ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഫലം പറയുന്നത്. അതായത് ഇപ്പോൾ ഗോചരാൽ ചൊവ്വ അത് മേടം രാശിയിലും ബുധനും ശുക്രനും ഇടവത്തിലും, അത് ചൊവ്വായും ശുക്രനും ഒക്കെ സ്വക്ഷേത്ര ബലവാനാണ്. ചൊവ്വ മേടം രാശിയിൽ, വ്യാഴം മിഥുനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. അതായത് മിഥുനം രാശിയെ സംബന്ധിക്കുന്ന തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ആ മിഥുനം രാശിയിലാണല്ലോ വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. കേതു ചിങ്ങത്തിലും രാഹു കുംഭത്തിലും ശനി മീനം രാശിയിലും നിൽക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഗോചരാലുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും വെച്ചുകൊണ്ട് ഗ്രഹനില തയ്യാർ ചെയ്ത് നോക്കണം. അതിനായിട്ട് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരിക്കുന്നതാണ്. വാട്സാപ്പിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇതാണ്. വാട്സാപ്പിലേക്ക് ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒക്കെ ഇട്ടാൽ മതി. അതുപോലെ തന്നെ മുഹൂർത്ത കാര്യങ്ങൾ, മറ്റ് വിവാഹ തടസ്സങ്ങൾ, തൊഴിൽ തടസ്സങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിനും ശത്രുദോഷം എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ ഒരു പ്രധാന കാര്യമാണ്. അതൊക്കെ നോക്കുന്നതിന് അവസരമുണ്ടായി. മിഥുനം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഈ മെയ് മാസത്തിൽ ദൈവാധീനമുള്ള ഒരു മാസമാണ്. ഏറ്റവും പ്രഥമമായ കാര്യം എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും ദൈവാധീനമാണ്. സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അനുഗ്രഹിച്ചാണോ നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രഥമമായിട്ട് നോക്കുന്നത്. അതിൽ ഈ വ്യാഴഗ്രഹം വളരെയധികം അനുഗ്രഹിച്ചാണ് നിൽക്കുന്നത്. വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉള്ളതിനാൽ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. അതുപോലെ തന്നെ ശ്രേയസ്സും യശസ്സും വന്നു ചേരും. അത് തൊഴിൽപരമായിട്ടൊക്കെ നല്ല രീതിയിൽ അഭിവൃദ്ധികളൊക്കെ ഉണ്ടാകാം. എന്നിരുന്നാലും വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. കണ്ടകശനിയൊക്കെ അനുഭവിക്കുന്ന ഒരു സമയം കൂടിയായതിനാൽ, അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്ത് രാഹു ഒക്കെ ഉള്ളതിനാൽ ചില കാര്യങ്ങൾക്ക് നേരെ വാ നേരെ പോ എന്ന് പറയുന്നത് പോലെ അത്ര സുഗമമായ രീതിയിൽ കിട്ടണമെന്നില്ല. ചെറിയ ചെറിയ തടസ്സങ്ങളോ അലസതകളോ സ്വയാർജിതമായി, അതായത് സ്വന്തം അവരവരുടെ തന്നെ അലസത മൂലമൊക്കെ ചില കാര്യങ്ങൾ ഡിലേ ആയി പോകുവാൻ സൂചനയുണ്ട്. അത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തില്ല എങ്കിൽ തൊഴിൽ രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ചില മനക്ലേശങ്ങൾ ഉണ്ടാകും. അത് വളരെയധികം ശ്രദ്ധ ആ കാര്യത്തിലൊക്കെ ആവശ്യമാണ്. വിജയങ്ങൾ വന്നു ചേരും. പ്രവർത്തികാരകനായിരിക്കുന്ന ആ ചൊവ്വാഗ്രഹം പൂർണ്ണ ബലവാനായിട്ട് 11-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 12-ാം ഭാവത്തിൽ നിൽക്കുന്ന സ്വക്ഷേത്ര ബലവാനായ ശുക്രൻ പൂർണ്ണ ബലവാനാണ്. അവിടെ മറവ് രാശിയാണ് എങ്കിലും ചില കാര്യങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം വളരെ നല്ലതാണ്. കലാകാരന്മാരായിരിക്കുന്നവർക്കാണ് ഏറ്റവും അനുകൂലമായിട്ട്. കല എന്ന് പറയുമ്പോൾ സ്റ്റേജ് പ്രോഗ്രാമുകളോ മറ്റ് സിനിമകളോ സീരിയൽ രംഗമോ മാത്രമല്ല, അതിൻ്റെ ഒക്കെ അണിയറ പ്രവർത്തകരായാലും ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നവരോ, ഇനി അതുമല്ല ഒരു ആർക്കിടെക്റ്റേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്ക്, സ്വന്തം നാട് വിട്ട് നിൽക്കുന്നവർക്കും വളരെ അനുകൂലമാണ്. മികച്ച രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നതിനും ചെയ്യിപ്പിക്കുന്നതിനും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാനൊക്കെ ഈ മെയ് മാസത്തിൽ ശുക്രൻ്റെ അനുഗ്രഹവും ചൊവ്വയുടെ അനുഗ്രഹവും നല്ലതുപോലെ ഉണ്ടാകും. ചൊവ്വ 11-ാമിടത്ത് നിൽക്കുന്നതിനാൽ അധികാരത്തോടു കൂടിയ ഒരു മേൽനോട്ടമൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം, അത് കുടുംബത്തായാലും സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരായാലും ഒരു മിലിറ്ററി ഓഫീസേഴ്സ് അല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സ്, അതുപോലെ ഗവൺമെൻറ്റിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരായാലും ഒരു കുറച്ച് ദിവസത്തേനെങ്കിലും
ഒരു അധികാരം വന്നു ചേരുകയും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ട ഒരു സന്ദർഭമുണ്ടാകാം. അതുമൂലം സാമ്പത്തിക അഭിവൃദ്ധികളും വന്നു ചേരാം. അത് പിന്നീട് ചിലപ്പോൾ അത് ഒരു ഉത്തരവാദിത്വം ദീർഘനാളത്തേക്ക് ഒരു ചാർജായിട്ട് കിട്ടുന്നതിനൊക്കെ യോഗമുണ്ട്. സഹോദര സ്ഥാനീയർ മൂലമോ സുഹൃത്തുക്കൾ മൂലമോ ചില ക്ലേശങ്ങൾ, മനക്ലേശങ്ങളോ അധിക ചിലവുകളോ ഒക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. ചില സന്ദർഭങ്ങളിലെങ്കിലും ദാനധർമാദികളോ സഹായങ്ങളോ ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അതൊരു വലിയ നഷ്ടമായിട്ട് കണക്കാക്കേണ്ടതില്ല. കുടുംബത്തെ പൊതുവെ സമാധാനപരമായി, പാരമ്പര്യമായിട്ട് നമുക്ക് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒക്കെ പ്രായമായവർക്കും ഒക്കെ കുടുംബത്തിൽ നിന്ന് ചില ഓഹരികളൊക്കെ കിട്ടുന്നതിനൊക്കെ യോഗമുള്ള ഒരു സമയമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്കും വളരെ അനുകൂലമാണ്. വിദ്യാഭാവത്തിൻ്റെ അധിപൻ അവിടെ ബലവാനായിട്ട് നിൽക്കുമ്പോൾ ബുധൻ്റെ സ്ഥിതിയും ഉത്തമമാണ്. ആയതിനാൽ സ്വന്തം നാട് വിട്ടുപോയി പരീക്ഷകൾ എഴുതുന്നവർ, അധികവും ആൾക്കാർ വിദ്യാർത്ഥികളായിരിക്കുന്നവർ അവരുടേതായ മനസ്സിനിണങ്ങിയ രീതിയിൽ മികവ് പുലർത്തക്ക രീതിയിലുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് സ്വന്തം നാട് വിട്ട് മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകാം. അത് വളരെ നല്ലതാണ്. സ്വന്തം നാട് വിട്ട് പോയി പഠിക്കുക, പരീക്ഷ എഴുതുക, പുതിയ ജോലിയിൽ പ്രവേശിക്കുക, അതിനൊക്കെ ഈ മെയ് മാസം വളരെ അനുകൂലമാണ്. ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളായാലും വിജയിക്കുന്നതിനൊക്കെയുള്ള റിസൾട്ട് വരുമ്പോൾ വിജയിക്കും. ഇൻ്റർവ്യൂവിലൊക്കെ വിജയിക്കുന്നതിനൊക്കെ യോഗമുണ്ട്. അധിക കടബാധ്യതകളൊന്നും സൂചകമല്ല. നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുപോകുന്നതിനൊക്കെ സൂചനയുണ്ട്. എന്നിരുന്നാലും ചിലവുകൾ വളരെ നിയന്ത്രിക്കണം. വന്നു ചേരുന്ന ധനം വിനിയോഗിക്കുന്നതിൽ ശ്രദ്ധയില്ല എന്ന് വരികിൽ മറ്റുള്ളവർ അത് കൈക്കലാക്കുകയും പിന്നീട് അത് വലിയ നഷ്ടവും ദുഃഖവും ഒക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. അതായത് ദാമ്പത്യ ഭാവത്തിലേക്ക് ഭാവാധിപനായിരിക്കുന്ന വ്യാഴം പൂർണ്ണ ബലവാനായിട്ട് ദൃഷ്ടി ചെയ്യുന്നു. എന്നിരുന്നാലും ഏതെങ്കിലും കാരണത്താലൊക്കെ ദമ്പതികൾക്ക് പരസ്പരം കുറച്ച് ദിവസത്തേനെങ്കിലും ഒന്ന് മാറി നിൽക്കേണ്ട അവസ്ഥയുണ്ടാകാം. ജീവിത സാഹചര്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് മറ്റ് ഏതെങ്കിലും തരത്തിൽ ബന്ധുക്കളുടെ കാര്യത്തിനായിട്ട് പങ്കെടുക്കുക, അങ്ങനെയൊക്കെ ഒന്ന് അകന്നു നീക്കേണ്ട അവസ്ഥകളുണ്ടാകാം. എങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ അനൈക്യതകളോ ഒന്നും സൂചകമല്ല. ഐശ്വര്യപൂർണമായിരിക്കും. സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് ഈ മെയ് മാസത്തിൽ നല്ല യോഗമുണ്ട്. സ്വന്തമായിട്ട് തൊഴിലുകൾ ചെയ്യുന്നവർക്കും ഈ മെയ് മാസത്തിൽ അഭിവൃദ്ധികരമാണ്. അത് ഭാഗ്യം ഒരു പരിധിവരെ തുണയായിട്ട് കിട്ടും. അത് പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ, ഡീലർഷിപ്പ് ഉള്ളവർ, ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ആർക്കിടെക്റ്റേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, അങ്ങനെയൊക്കെയുള്ളവർ, മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ നേട്ടങ്ങളുണ്ടാകും. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും അനുകൂലമാണ്. നിപുണയോഗമൊക്കെ പ്രവർത്തിക്കുന്ന ഈ സമയം വളരെയധികം മികവ് പുലർത്തുവാനും മേലധികാരികളിൽ നിന്നും അംഗീകാരങ്ങൾ കിട്ടുവാനും കീഴ് ജീവനക്കാരെയും സഹപ്രവർത്തകരെയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ നേതൃത്വം കൊടുക്കുവാനൊക്കെ നല്ല കഴിവ് തെളിയിക്കുന്ന പറ്റുന്ന ഒരു മാസമാണ്. ഏറ്റവും പ്രധാനമായിട്ട് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ദോഷങ്ങളൊക്കെ മാറും. അവരവരുടെ കഴിയാവുന്നതനുസരിച്ച് ദ്രവ്യസഹിതം സമർപ്പിക്കുക. അതുപോലെ തന്നെ ശാസ്താവിനെ ഭജിക്കുന്നതും വളരെ ഉത്തമമാണ്. നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏറ്റവും കഴിവതും നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ, ചെറിയ ചെറിയ ക്ഷേത്രങ്ങളാകാം, പക്ഷേ അവിടെയൊക്കെ നല്ല എനർജിയും ഊർജവും ഉണ്ട്. മഹാക്ഷേത്രങ്ങൾ മാത്രം ഓടിപ്പോകാതെ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങൾ ഏതുമാകട്ടെ അവിടെ പോയി പ്രാർത്ഥിക്കുക. അത് വളരെ ശ്രേയസ്കരമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.